പിശാച് ബാധിതൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അവൻ അലറിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഒരു അർത്ഥമുള്ളൂ. പാപത്തിൻ്റെ സുഖങ്ങളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ നിന്നെ തിരഞ്ഞെടുക്കാൻ ഞാൻ തയ്യാറല്ല. ഓരോ കുമ്പസാരവും മാറ്റിവെക്കുമ്പോൾ ഇപ്പൊ വേണ്ട, ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഇങ്ങനെ രൂപപ്പെടുത്തുമ്പോൾ ഓർക്കുക, നമ്മളും യേശുവിനോട് ചോദിക്കുന്ന അതേ ചോദ്യം ഇത് തന്നെയാണ്. നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണേ? കുമ്പസാരം നീണ്ടിങ്ങനെ പോകുമ്പോൾ, അതുപോലെ തന്നെ പാപങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ അരികിൽ വന്ന് പശ്ചാത്തപിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത് തന്നെയാണ്, എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണേ? നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? നശിപ്പിക്കാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങള്, ഈ പാപത്തിൻ്റെ ലാഞ്ചനകള് ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് അത് നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ വിശുദ്ധ കുമ്പസാരത്തിനോടുള്ള സ്നേഹം എന്തോരമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തോട് അടിക്കടിക്ക് അടുക്കാൻ മനസ്സുണ്ടോ? ഒരു ഈസ്റ്റർ കഴിഞ്ഞാൽ അടുത്തൊരു ക്രിസ്മസ് വരെ കാത്തിരിക്കണോ ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് നടുക്കാൻ? ഒന്ന് ആലോചന ചെയ്യാം. ഞാനും ചോദിക്കുന്നുണ്ടോ? ഈ പിശാചുബാധനെ പോലെ തന്നെ അലറിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടോ, എന്തിനാ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ദൈവം ഇടപെടാനാ പ്രാർത്ഥിക്കേണ്ടത്. പിശാച് ഉള്ളിലുള്ളവരാണ്, പാപത്തിൻ്റെ സുഖം അനുഭവിക്കുന്നവരാണ് ദൈവത്തെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുക. ഞാൻ ദൈവത്തെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചിന്തിക്കാം.